ഹലോ അർമീസ്, ഇത് വീട് ലൈവിന്റെ ഒരു ചെറിയൊരു ട്രാൻസ്ലേഷൻ ആണ്. ഇത് വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ലൈവ് ആയിരുന്നു. നിങ്ങൾ ഈ ലൈവ് എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഓൾറെഡി തന്നെ വിയും ആർഎമ്മും മിലിറ്ററി ഡിസ്ചാർജിന് ശേഷം ആദ്യമായിട്ട് വന്ന ലൈവിന്റെ ഒരു ട്രാൻസ്ലേഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഈ ലൈവ് ആണെങ്കിൽ വി അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. വി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വന്നൊരു ലൈവ് ആണ്. നമുക്ക് എന്തായാലും ഇതിന്റെ ട്രാൻസ്ലേഷൻ നോക്കാം. ലൈവ് സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ വി പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വന്ന ലൈവ് ആണിത്. കുറച്ചു നേരം ലൈവ് ഓൺ ആക്കി വെച്ച് നിങ്ങളോടൊക്കെ സംസാരിക്കാമെന്ന് കരുതി. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും എത്ര നാളായി ലൈവ് ഒക്കെ വന്നിട്ട്? ഒരുപാട് നാളായി. വീണ്ടും വി എത്ര നാളായി എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. ഹൗ ടു സേ ഇത് എത്ര നാളായി. അങ്ങനെ വി ടൈപ്പ് എല്ലാം ചെയ്ത് നോക്കുമ്പോഴത്തേന് ഇംഗ്ലീഷിൽ ഉത്തരം വരുന്നുണ്ട്, ഹൗ ലോങ് ഹാസ് ഇറ്റ് ബീൻ എന്ന്. എത്ര നാളായെന്ന് ഇങ്ങനെയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് സ്വയം വൈബ് ചെയ്തുകൊണ്ട് പുറത്ത് സ്വന്തമായിട്ട് ടാപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ഗുഡ് ജോബ് എന്ന് പറഞ്ഞ് സ്വയം അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തേന്. ഇന്ന് ഞാൻ കുറച്ചു നേരമേ ഈ ലൈവിൽ കാണത്തുള്ളൂ, പക്ഷെ ഇനിയും തൊട്ട് ഞാൻ ഒരുപാട് തവണ ഒരുപാട് നേരമൊക്കെ ലൈവിൽ വരാൻ നോക്കാമെന്നും വി പറയുന്നുണ്ട്. കാരണം എനിക്ക് നിങ്ങളോടെല്ലാം ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് ശരിക്കും നിങ്ങളോട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്. ഞാൻ സിൻസിയർലി പറയുവാണെന്ന് വി ഒരുപാട് തവണ അത് പറയുന്നുണ്ട്. എന്നിട്ട് സ്വയം നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന്. സംഭവം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ലൈവില് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടായിരുന്നു വി ഇരുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നു, ഇതെങ്ങനെ ഇത്ര ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ ഓർത്ത് ഇതെന്ത് ഫിൽറ്റർ ആണോ ഇത്രയും ബ്രൈറ്റ് ആയിട്ടിരുന്നത്. പക്ഷെ ആ വെട്ടത്തിന്റെ ഒക്കെ അടിച്ചിട്ടാന്ന് തോന്നുന്നു ഭയങ്കര സ്ക്രീൻ നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഇരുന്നത്. അപ്പൊ വി തന്നെ അത് കണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്, ഞാൻ എങ്ങനെ ഇത് കുറച്ച് ഡാർക്കർ ആക്കുന്നതെന്ന്. വി ആണെങ്കിൽ സോങ് ഒക്കെ കേട്ടിട്ട് വളരെ വൈബ് ചെയ്തിട്ടാണ് ലൈവിൽ ഇരിക്കുന്നത്. അതിനിടയിൽ ഒരു ആർമി ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു മിലിറ്ററി സർവീസ് എന്നൊക്കെ. അപ്പോൾ വി റിപ്ലൈ കൊടുക്കുന്നുണ്ട്, അത് വളരെ ഫൺ ആയിരുന്നു, വളരെ എൻജോയ് ചെയ്തു എന്നൊക്കെ. കൂടാതെ ആളിട്ടിരിക്കുന്നത് STTയുടെ തന്നെ ഒരു ടീഷർട്ട് ആയിരുന്നു, ആ യൂണിഫോമിന്റെ തന്നെ. പിന്നെ കുറച്ച് ബോഡി ഷോ ഒക്കെ അതിനിടയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ലൈവ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകുമ്പോഴത്തേന് വി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുമ്പോഴത്തേന് എനിക്കൊരു സോങ് കേൾക്കണമെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ആ സോങ് ഇടാൻ പോവാണെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സോങ് ഇടുന്നുണ്ട്. എന്നിട്ട് സല്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. വിയുടെ രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും, എനിക്ക് തോന്നിയ കാര്യമാണ്. അതായത് ഈ ലൈവിലാണെങ്കിൽ STTയുടെ ഇതിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡെഡിക്കേഷൻ ഒക്കെ കാണും വളരെ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു ഇതാണല്ലോ SDT. നംജുന്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാലോ, നംജുൻ ആണെങ്കിൽ അവിടെ നിന്ന് പോന്നാൽ മതി എന്നേ ഉള്ളായിരുന്നു. പക്ഷെ വി ആണെങ്കിൽ അങ്ങനല്ല. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ആ സ്പെഷ്യൽ ഫോഴ്സ് സ്വന്തമായിട്ട് ചൂസ് ചെയ്തെടുത്തതുകൊണ്ടാന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഡെഡിക്കേഷനും എല്ലാവരും ഡെഡിക്കേഷനിൽ നിന്ന ആൾക്കാരാണ്. എന്നാലും കുറച്ചും കൂടെ ഇപ്പോഴും ഒരു ഇത് കുറച്ചെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ലൈവിലും നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ലൈവിലോട്ട് വരാം. പിന്നെ കണ്ടിന്യൂ ആയിട്ട് ലൈവ് പോകുമ്പോഴത്തേന് വി തന്നെ പറയുന്നുണ്ട്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും തിരിച്ചു വരാം, ഞാൻ ഇപ്പൊ പോവാണ്, എനിക്ക് ഉറങ്ങണം, ഞാൻ വന്നിട്ട് ഉറങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് കുളിക്കണം, അത് കഴിഞ്ഞിട്ടൊന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഞാനാണെങ്കിൽ ഇപ്പൊ പല്ല് പോലും തേച്ചിട്ടില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാം മിസ് ചെയ്യും, ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും ആർമീസ് എന്ന് പറഞ്ഞിട്ട് ലൈവ് എൻഡ് ചെയ്യുവാണ് ചെയ്തത്. ഇനി നമുക്ക് BTSന്റെ ഒരുപാട് ലൈവ് അടുത്തടുത്ത് പ്രതീക്ഷിക്കാം. RM ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് വരുമെന്ന്. ചിലപ്പോൾ വൈകിട്ടൊക്കെ തന്നെ വരുമായിരിക്കും. അപ്പം നാളെ ഇനിയും ജങ്കുക്കും ജിമ്മിനൊക്കെ വന്നു കഴിയുമ്പോൾ ഇനി ലൈവിന്റെ ഒരു പൂരം തന്നെയായിരിക്കും.